പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ പ്രിയപ്പെട്ടവരെ ഞാൻ അറിയിക്കുന്നു. ഇരുട്ടിൻ്റെ ആധിപത്യത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മളെ വിളിച്ച ഒരു ദൈവമില്ലേ? ആ വെളിച്ചം നമ്മിൽ വീണതുകൊണ്ടല്ലേ ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ തിരുവചനത്തിൻ്റെ അല്പമെങ്കിലും ഒന്ന് കേൾക്കാമെന്ന് ഒരാഗ്രഹം ഹൃദയത്തിലുണ്ടായത്. ദൈവത്തിലെ ജീവിതത്തിൽ ബ്ലാക്ക് ഔട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് തോന്നും ജീവിതത്തിലെ ഏറ്റവും ഇൻകൺവീനിയൻ്റ് ആയിട്ടുള്ള സമയമാണ് ഈ ബ്ലാക്ക് ഔട്ട്, അല്ലേ? പ്രൈസ് ഗോഡ്, യു ആർ കോട്ട് കംപ്ലീറ്റ്ലി ഓഫ് ഗാഡ്, അല്ലേ? എവറിത്തിങ് ഈസ് പിച്ച് ബ്ലാക്ക്. നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമ്മുടെ റൂമിലാണെങ്കിൽ തന്നെ നമ്മുടെ വഴി ഒന്ന് കണ്ടുപിടിക്കാൻ. സ്റ്റൂള് കാലെ തട്ടിയെന്നിരിക്കും, കസേരയുടെ കാലിൽ നമ്മുടെ കാലിടിച്ചെന്നിരിക്കും. കാരണം നമുക്കൊന്നും കാണാൻ പറ്റത്തില്ല. പക്ഷെങ്കിൽ നമ്മളപ്പോൾ എന്തെടുക്കും? ഫോണിൻ്റെ ലൈറ്റ് എടുത്ത് അങ്ങ് ഉപയോഗിക്കും. അല്ലേ? നമുക്കറിയാം നമ്മൾ നമ്മുടെ വഴിയിൽ, നമ്മുടെ സ്വന്തം വീട്ടിലാണെങ്കിലും നമ്മുടെ സ്വന്തം മുറിയിലാണെങ്കിലും നമ്മൾ സ്റ്റംബിൾ ചെയ്യുമെന്ന്. എന്നിട്ട് എവിടെ നിന്നെങ്കിലും ഈ ഫോണിൻ്റെ വെട്ടം കൊണ്ടുപോയി ഒരു ക്യാൻഡിൽ ലൈറ്റ് ചെയ്യും. അപ്പോൾ എന്തോ പറ്റും? ഇൻസ്റ്റൻ്റ്ലി ദ കംപ്ലീറ്റ്ലി ഡാർക്ക് റൂം ഈസ് ലിറ്റ്. ലൈറ്റ് ഈസ് എ വണ്ടർഫുൾ ആൻഡ് പവർഫുൾ തിങ്. സ്ക്രിപ്ചറിൽ അനേക സ്ഥലങ്ങളിൽ ലൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അല്പനേരത്തെ ചിന്തിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം, 15-ാം വാക്യം. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്ര വെക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശിക്കുന്നു. യേശു കർത്താവ് തൻ്റെ ഡിസൈപ്പിൾസിനെ വിളിച്ച്, തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച്, യേശു മലയിൽ കയറി ശിഷ്യന്മാരെയൊക്കെ അടുക്കൽ വിളിച്ചിട്ട് അവരോട് തിരുവായി മൊഴിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ലൈറ്റിനെ കുറിച്ച് തന്നെ ഒത്തിരി കാര്യങ്ങൾ യേശു കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചു. നമ്മളിവിടെ വെളിച്ചമായിരിക്കാനാണ് ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ കളേഴ്സ് ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ നാം കൊണ്ടുവരണം. ദൈവമെന്ന് പറയുന്നത് സീക്രട്ടായിട്ട് നമ്മൾ മാറ്റി മറച്ചു വെക്കുവാനുള്ളൊരു കാര്യമല്ല. നമ്മൾ പബ്ലിക്കിലേക്ക് പോകുമ്പോൾ പബ്ലിക്കായിട്ട് നാം ദൈവത്തെ വെളിപ്പെടുത്തേണ്ടവരാ. നമ്മൾ ലൈറ്റ് ബെയറേഴ്സാണ്, ലൈറ്റ് കാരിയേഴ്സാണ്. നമ്മളെവിടെയും പോയി മറിഞ്ഞിരിക്കരുത് കേട്ടോ. ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരു ലൈറ്റ് സ്റ്റാൻഡിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ ഹല്ലേലൂയ മലമേലവരെ കൊണ്ടുപോയി, ഹിൽ ടോപ്പിൽ അവരെ കൊണ്ടുപോയി. എന്തിനായി ഹിൽ ടോപ്പിലും ലൈറ്റ് സ്റ്റാൻഡിലും ഒക്കെ നമ്മെ വെക്കുന്നതെന്നറിയാമോ? നാം ഷൈൻ ചെയ്യണം. ആ മലമേൽ കൊണ്ടുപോയതിന് ശേഷം യേശു കർത്താവ് പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവർ വെളിച്ചമായിരിക്കണമെന്നും ബ്രൈറ്റായിട്ട് ഈ ലോകത്തിൽ പ്രകാശിക്കണമെന്നും ഒക്കെയും യേശു കർത്താവിന് ആഗ്രഹമായിരുന്നു. നമ്മളെയും ദൈവം വിളിച്ചിരിക്കുന്നത് നമ്മുടെ ലോകത്തിൽ നാം വെളിച്ചമായിരിക്കണം. ഡാർക്ക്നെസ് വന്നാലും ഇരുട്ട് നമ്മെ മൂടിയാലും നാം അവൻ്റെ മഹത്വത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നവരായിരിക്കണം. അവൻ്റെ സ്നേഹത്തെയും അവൻ്റെ ഗുഡ്നെസ്സിനെയും ഈ ലോകത്തിൽ നാം വെളിപ്പെടുത്തുന്നവരായിരിക്കണം. വി ഷുഡ് ഡ്രോ ഹ്യൂമാനിറ്റി ടുവേഴ്സ് ദ ലോർഡ്. എന്നാൽ ഓരോ ദിവസവും ചില തെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിൽ വരും. മലമേലിരിക്കുന്ന പട്ടണം പോലെ പ്രകാശിക്കണമോ? ചുറ്റുമുള്ള എല്ലാത്തിനെയും നാം ഒന്ന് ഇലൂമിനേറ്റ് ചെയ്യണമോ? അതോ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്നുള്ള തോന്നലിൽ പോവുകയാണോ കുഞ്ഞേ? വെളിച്ചത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അനേക പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് നമ്മുടെ ജീവിതം കൊണ്ട് ഇൻ ആൻഡ് ത്രൂ അവർ ലൈഫ് അനേക പോസിറ്റീവ് എഫക്ട്സ് നമുക്ക് കൊണ്ടുവരാൻ കഴിയും, പുറത്ത് കൊണ്ടുവരാൻ കഴിയും. സങ്കീർത്തനം 119:105 പറയുന്നു, ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. ഗോഡ്സ് ലൈറ്റ് ഈസ് എ ലാമ്പ് ടു അവർ ഫീറ്റ് ആൻഡ് എ ലൈറ്റ് ടു അവർ പാത്ത്. ഒരു വഴിയിൽ സർപ്പം പതുങ്ങിക്കിടന്നാൽ നാം കാണത്തില്ല, എന്നാൽ അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ നാം കാണും. നമ്മുടെ കാൽ കല്ലിൽ തട്ടി പോകത്തില്ല. എന്നാൽ ഞാൻ പറയട്ടെ, പലപ്പോഴും ഡാർക്ക്നെസ് വന്ന് നമ്മെ മൂടിയിട്ടില്ലേ? മുന്നോട്ടുള്ള
ലൈഫ് എങ്ങനെയായി തീരും, എങ്ങനെ പോകണമെന്ന വഴി അറിയാതെ കുഞ്ഞെ നീ പകച്ച് നിന്നിട്ടുള്ള സന്ദർഭങ്ങളില്ലേ? അന്നൊക്കെ ദൈവം നമ്മെ വിട്ടുവെച്ചു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്നായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. നീ നല്ല ഒരു വെളിച്ചമായിരിക്കണം കേട്ടോ. നീ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നുള്ളത് ഒരു നല്ല സാക്ഷ്യമായിരിക്കണം. നിൻ്റെ ജീവിതം ദൈവത്തിന് മഹത്വം കൊണ്ടുവരുന്നവരെ ആ കൂട്ടത്തിലായിരിക്കണം. നീ മഹത്വം കൊണ്ടുവരണം. യേശു കർത്താവിലുള്ള പ്രത്യാശയിലേക്ക് നീ ജീവിതങ്ങളെ വലിച്ച് അടുപ്പിക്കുവാൻ തക്കവണ്ണം റെഡിയായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. 1 യോഹന്നാൻ 1-ാം അധ്യായം, പ്രൈസ് ഗോഡ്, അതിൻ്റെ ഒരു വാക്യം ഉണ്ട്, 5 മുതൽ 7 വരെയുള്ള വാക്യം. ആ വാക്യങ്ങളിങ്ങനെ പറയുന്നു: ദൈവം വെളിച്ചമാകുന്നു, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല എന്നുള്ളത് ഞങ്ങൾ അവനോട് കേട്ട് നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മയുണ്ട് എന്ന് പറയുകയും ഇരുളിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം: കർത്താവേ, നിൻ്റെ ഗ്രേസ്, നിൻ്റെ ഗുഡ്നെസ്, നിൻ്റെ ലവ്, ഹല്ലേലൂയ, എൻ്റെ ചുറ്റിലും ഉണ്ടായിട്ട് ഞാനതിനെ വെളിപ്പെടുത്തുന്നവളായിരിക്കാൻ തക്കവണ്ണം എന്നെ സഹായിക്കണമെന്ന് പ്രിയ ദൈവവൈതലേ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. മനസ്സിലാക്കണം, ഈ ജീവിതത്തിൽ പലപ്പോഴും വൈൽഡ് വെതർ നാം ഫേസ് ചെയ്യേണ്ടി വരും. അനവധി കാറ്റുകൾ, കൊടുങ്കാറ്റുകൾ നാം ഫേസ് ചെയ്യേണ്ടി വരും. വെള്ളപ്പൊക്കങ്ങൾ വരും, നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വരും. അതെല്ലാം വ്യക്തി ജീവിതങ്ങളിൽ, കമ്മ്യൂണിറ്റിയുടെ മേൽ, നേഷൻ്റെ മേൽ വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ട്രാജിക് സിറ്റുവേഷൻസ് വരുമ്പോൾ ചില ബിൽഡിങ്ങൊക്കെ അപ്പോഴും നിവരെ നിൽക്കുന്നതായിരിക്കും. കൊടുങ്കാറ്റ് വന്നു പോയാലും വെള്ളപ്പൊക്കം വന്നു പോയാലും അതവിടെ അങ്ങനെ നിൽക്കും. എന്നാൽ ചിലതൊക്കെ അതിൻ്റെ ഗ്രൗണ്ട് തൊട്ട് ടോപ്പ് വരെ നാം റീബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അപ്രൈറ്റായിട്ട് ഈ സ്റ്റോമിനെയൊക്കെ അതിജീവിച്ച്, ഈ വെള്ളപ്പൊക്കത്തെയൊക്കെ അതിജീവിച്ച് നിൽക്കുന്ന ആ കെട്ടിടങ്ങളെ നാം നോക്കിയാൽ നമുക്കറിയാം അതിൻ്റെ ഫൗണ്ടേഷൻ വളരെ സ്ട്രോങ് ആയിരുന്നു. ഏത് ഫൗണ്ടേഷനിലാണ് ആ ബിൽഡിങ് ഉണ്ടാക്കി പടുത്തുയർത്തിയത് നോക്കുമ്പോൾ വെരി സ്ട്രോങ് ഫൗണ്ടേഷനായിരുന്നു. ദൈവപൈതലേ, പലവിധ കൊടുങ്കാറ്റുകളും പലവിധ വെള്ളപ്പൊക്കങ്ങളും നമ്മുടെ നേരെ വരും. പലവിധ സിറ്റുവേഷൻസ് വന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടു പോകുന്ന പോലെ നമുക്ക് തോന്നും. കാരണമില്ലാതെ ചില ഫോഴ്സസ് നമ്മെ നമ്മുടെ കൺട്രോളിൽ നിർത്താതെ വണ്ണം ഒഴുക്കിക്കൊണ്ട് പോകുവാൻ ശ്രമിക്കും. അന്നൊക്കെ നമ്മുടെ അടിസ്ഥാനം എവിടെയാണെന്നുള്ളത് ഓർമ്മ വേണം. ചിലർ പണത്തിൻ്റെ മേലാണ്, ചിലർ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസും ഫേവറും നോക്കിയാണ് നിലനിൽക്കുന്നത്. ചിലർ അവരുടെ അച്ചീവ്മെൻറ്റ്സ് അതിന്മേലാണ് അവർ നിലനിൽക്കുന്നത്. ഞാൻ പറയട്ടെ, ഇതെല്ലാം മാറിപ്പോകുന്നതാണ്. സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ സംഗതികളെല്ലാം മാറിപ്പോകും. എന്നാൽ നിലനിൽക്കുന്നത് ദൈവവചനം മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അനേക ചലഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒറ്റ ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം: നാം നമ്മുടെ കോളിങ്ങിൽ തന്നെ നിലനിൽക്കുന്നോ? ഡു വി ആക്ച്വലി സ്റ്റേ ഇൻ അവർ കോളിങ്? നമുക്കതെങ്ങനെ എൻഷുർ ചെയ്യാനായിട്ട് പറ്റും? നീ മനസ്സിലാക്കണം, നിൻ്റെ വിളിയുടെ ഫൗണ്ടേഷൻ യേശു കർത്താവില. പ്രൈസ് ഗോഡ്. ജീസസ് ഈസ് ദ റോക്ക്, അല്ലേ? എഫേസ്യർ 2-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു: ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല,
വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ദൈവം നമ്മെ പണിയട്ടെ. ഹല്ലേലൂയ. രണ്ടാമത്തെ നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആഴക്കുഴിച്ച് പാറമേൽ വീട് പണിത മനുഷ്യന് എന്തെല്ലാം വന്നാലും അവൻ ഇളകിപ്പോകത്തില്ല. മൂന്നാമതൊരു ഫൗണ്ടേഷനുണ്ട്. ദാറ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് അവർ കോളിംഗ്. ദ തേർഡ് വൺ ഈസ് ദ പ്രോമിസസ് ആൻഡ് ദ പീപ്പിൾ ഓഫ് ഗോഡ്. എബ്രായർ 10-ാം അധ്യായം അതിൻ്റെ 22-23 വാക്യങ്ങൾ. നാം ദുർമനസാക്ഷി നീങ്ങുമാർ ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്തിൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനല്ലോ. വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനാ ദൈവമക്കളെ. അതുകൊണ്ട് ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോഴും തമ്മിൽ ഒരുമിച്ച് കൂടി എൻകറേജ് ചെയ്ത് ദൈവത്തിലും അവൻ്റെ വചനത്തിലും വിശ്വസിക്കുക. അവൻ്റെ വാഗ്ദത്തങ്ങൾ വിട്ടുകളയരുത്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ദൈവമേ, ഉറപ്പുള്ളവരായി നിൽപ്പാൻ, കുലുങ്ങാത്തവരായി നിൽപ്പാൻ, ഭൂമിയിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഞങ്ങളെ മറിച്ചിടുമെന്ന് തോന്നിയാലും കർത്താവേ, നിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിതയാത്ര ചെയ്ത് വാഗ്ദത്തം പ്രാപിച്ച് നിത്യത അവകാശമാക്കുവാൻ തക്കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.